നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ അനൂപ് മാത്യു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു വളരെ കാലിക പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതേസമയം തന്നെ ഇത് എല്ലാ കാലങ്ങളിലും വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കഥയാണ്. നമുക്കറിയുന്ന പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ വളരെ നിക്ഷേപ തട്ടിപ്പുകൾ കാണുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിക്ഷേപ തട്ടിപ്പുകൾ ഉള്ളൂ എന്ന്. അതിനും വളരെ മുമ്പ് തന്നെ ഉണ്ട്. നമ്മുടെ ലാഭല്ലേ എന്നോ സിനിമ പിടിക്കാൻ വേണ്ടിയിട്ടോ എന്നൊക്കെയുള്ള കുറേ സംഭവം, പ്രിയദർശിനി ചിറ്റ്, അങ്ങനെയുള്ള ചിറ്റ് ഫണ്ട്സ്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിട്ടി അല്ലാത്തത് ഫണ്ട് കളക്ട് ചെയ്തിട്ട് സിനിമയിലിട്ടിട്ട് നിങ്ങൾക്ക് ഇരട്ടിയാക്കി തരാം, അങ്ങനെയുള്ള പലതും ഉണ്ട്. ആട് തേക്ക് മാഞ്ചി ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ആട്ടെ, പക്ഷേ അടുത്ത കാലങ്ങളിൽ ഇത് വളരെയധികം കൂടി വരുന്നു എന്നുള്ളത് നമ്മളെ അധികം വേദനിപ്പിക്കുന്നു, ഇരുത്തി ചിന്തിപ്പിക്കുന്നതിൻ്റെ കാരണം പണ്ട് കാലങ്ങളിൽ ഇത്രയധികം വിദ്യാഭ്യാസം ജനങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്, എല്ലാവരും യൂട്യൂബിൻ്റെ മുകളിലാണ്, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. എന്നിട്ട് പോലും പണ്ടത്തെക്കാളും ഇതിൻ്റെയൊക്കെ തട്ടിപ്പിൻ്റെ വ്യാപ്തി വളരെയധികം കൂടി. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ സമൂഹത്തിന് ശരിക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ എത്രയൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി എന്നെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ പറ്റിക്കപ്പെടും പല രീതിയിൽ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരാൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വരുമ്പോൾ ആ ഒരു നിക്ഷേപത്തിൻ്റെ സാധ്യതകൾ, അതിൻ്റെ വിജയസാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മളിന്ന് മറ്റൊരു കാര്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയാം, എന്തുകൊണ്ടാണ് ഈ ഒരു തട്ടിപ്പുകൾ ഇവിടെ നടക്കുന്നത്? നമുക്കറിയുന്ന പോലെ തന്നെ ഇവരാരും കത്തി കാണിച്ച് പണം പിടിച്ചു വാങ്ങുന്നതല്ല. അപ്പോൾ ഈ ഒരു തട്ടിപ്പുകൾ ഇവിടെ നടക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം പണം കൊടുക്കാൻ ആളുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് പണം നൽകുന്നത്? നിക്ഷേപകൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഉള്ള ഒരു പൊൻസി സ്കീംസ്, അതായത് നിങ്ങൾ ഒരു വർഷം കൊണ്ട് ഇരട്ടിയാക്കി തരാമെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് നിക്ഷേപിക്കാൻ തയ്യാറാവുന്നത്? ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഗ്രീഡ്, അത്യാഗ്രഹമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി, അത് എങ്ങനെ കിട്ടണം എന്നുള്ളത് ചോദിക്കാനുള്ള ഒരു താല്പര്യമില്ല. നമ്മൾ സാധാരണ രീതിയിൽ പറയാറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അത്യാഗ്രഹം നമ്മുടെ കോമൺ സെൻസിനെ ഓവർടേക്ക് ചെയ്യും, ഓവർകം ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇതുപോലുള്ള പല നിക്ഷേപ തട്ടിപ്പുകളും നടക്കുന്നത്. കാരണം നമ്മുടെ കോമൺ സെൻസ് അനുസരിച്ച് നമ്മുടെ നമ്മുടെ ബ്രെയിൻ പറയും ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു വർഷം കൊണ്ട് ഇയാൾ എന്തിനാണ് നമുക്ക് പണം ഇരട്ടിപ്പിച്ച് നമുക്ക് തരുന്നത്? ഇയാൾക്ക് അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇതിനു മുമ്പ് കുറേ പണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് മോശമില്ലാത്ത ക്രെഡിറ്റ് വർത്തുണ്ട്. അപ്പോൾ പിന്നെ ഇയാൾക്ക് എന്തുകൊണ്ട് ഒരു ബാങ്കിൽ പോയിട്ട് കുറച്ച് ലോൺ എടുത്തിട്ട്, ബാങ്ക് ലോൺസ് എനിവേ, ബാങ്ക് ലോൺ പോട്ടെ, ഏറ്റവും വലിയ പലിശ വാങ്ങിക്കുന്നതാണെങ്കിൽ പോലും 10-25% പലിശയേ ഉള്ളൂ. 25% ലോൺ എടുത്തിട്ട് 100% ആക്കി എന്തുകൊണ്ട് മാറ്റിക്കൂടാ? എന്നാലും 75% ലാഭം തന്നെയാണ് എന്നൊക്കെ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയും. എങ്കിൽ പോലും നമുക്ക് എന്താണ് നമ്മുടെ അത്യാഗ്രഹം, നമ്മുടെ ഹാർട്ട് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ഹാർട്ട് പറയും ചിലപ്പോൾ ശരിയായിരിക്കും, ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ ശരിക്കും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് പറയുന്നത് പോലെ ശരിക്കും ശരിയായിരുന്നാലോ എന്ന് വിചാരിച്ച് ഇതിൻ്റെ അകത്തേക്ക് എടുത്തു ചാടും. നമ്മുടെ ബുദ്ധിയും ലോജിക്കൊക്കെ പറഞ്ഞാൽ പോലും. അപ്പോൾ ഇത്രയധികം ന്യൂസ് പേപ്പർ പെനിട്രേഷനുള്ള, ഇത്രയധികം ന്യൂസുകൾ കാണുന്ന ഒരാൾ, ഇത്രയും സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് ഈ ഒരു സൈക്കോളജി, അതിനെയാണ് പലരും മുതലെടുക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പുറത്തു വരുന്ന സകല തട്ടിപ്പുകാരുടെ ഏറ്റവും വലിയ ബലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തട്ടിപ്പുകൾ നടത്തി കോടികളൊക്കെ വരും. ഈ വരുന്നതിൻ്റെ അകത്ത് ഒരു 50% കള്ളപ്പണമായിരിക്കും. അപ്പം ഈ ഒരു ബാക്കിയുള്ളൊരു 50% പൊളിഞ്ഞു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കേസൊക്കെ ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കൊടുത്ത് തീർത്തെങ്കിൽ പോലും ഈ ഒരു 50% കള്ളപ്പണം നിക്ഷേപിച്ചവർ, അവർ ഒരിക്കലും നിയമപ്രകാരം കേസ് കൊടുക്കാനോ ഒന്നും പോകില്ല. ആ ഒരു പണം എപ്പോഴും ലാഭമാണ്. അതേപോലെ തന്നെ ഒരു ഇടത്തരക്കാർ നിക്ഷേപിച്ച കുറച്ച് പണം, ചെറിയ പൈസയൊക്കെ ആണെങ്കിൽ, ഓരോരുത്തരും നിക്ഷേപിച്ച ചെറിയ പൈസ ആണെങ്കിൽ പോലും അതിൻ്റെ പുറകെ അധികം പോകാൻ വേണ്ടി മെനക്കെടില്ല. അപ്പോൾ ഇതെല്ലാം അവസാനം എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു നിക്ഷേപ തട്ടിപ്പ് നടത്തുന്നവർക്ക് ലാഭകരമായിട്ട് തന്നെ വരും. പിന്നെ നമ്മൾ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആകട്ടെ, ഇതേപോലെ മോഹന വാഗ്ദാനങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ പണം ഇരട്ടിപ്പിച്ച് തരാമെന്ന് പറയുന്നവരാകട്ടെ, ഇവരോടൊക്കെ നമുക്ക് നിങ്ങൾ എവിടെ നിന്നാണ് ഇത്രയും പണം ഉണ്ടാക്കുന്നത് എന്ന് നെഞ്ചു വിരിച്ച് ചോദിക്കാനുള്ള ഒരു ധൈര്യക്കുറവ് മലയാളിക്കുണ്ടാവും. മലയാളിയെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അവർ എല്ലാത്തിനെയും ചോദ്യം ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കുന്ന മീനിനെക്കുറിച്ച് ചോദ്യം ചെയ്യും, പ്രധാനമന്ത്രിയെക്കുറിച്ച് ചോദ്യം ചെയ്യും, മുഖ്യമന്ത്രിയെക്കുറിച്ച് ചോദ്യം ചെയ്യും, സ്കൂൾ ഫീസ് കൊടുക്കുന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും. പക്ഷേ എങ്കിൽ പോലും ഇതേപോലെ നിക്ഷേപ തട്ടിപ്പുമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ മലയാളിയുടെ നാക്ക് പൊങ്ങില്ല. മറ്റൊന്നും കൊണ്ടല്ല, ശരിക്കും ഇത് ശരിയാണെങ്കിലോ എന്നുള്ളൊരു വിചാരവും. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ക്യാൻവാസ് ചെയ്യാൻ വരുന്നവർ പലപ്പോഴും നമ്മളെ
ഒരു പണം നിക്ഷേപിക്കുന്ന ആളെ സംബന്ധിച്ച് ഓവർ പവർ ചെയ്യുന്നൊരു ഇതാണ് ഉള്ളത്. അതായത് അയ്യേ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലേ, ഇതുപോലും നിങ്ങൾക്ക് അറിയില്ലേ എന്നുള്ളൊരു ചോദ്യം അതിന് മുമ്പിൽ വരും എപ്പോഴും. നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണോ, നിങ്ങൾക്ക് ഇതുപോലും അറിയില്ല. അപ്പോൾ രണ്ടാമത് ഈ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പലപ്പോഴും നാവ് പൊങ്ങില്ല, അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മൂന്നാമത്തെ കാരണം മിക്ക നിക്ഷേപകരും ഈ ഒരു കെണിയിൽപ്പെട്ടു പോകുന്നത് പല അഡ്വർടൈസ്മെൻറ്റ്സും കണ്ടിട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പറഞ്ഞ സകല നിക്ഷേപ തട്ടിപ്പുകാർ നടത്തുന്നവരും അവർ കോടികൾ മുടക്കിയിട്ട് ന്യൂസ് പേപ്പറിലോ ബാക്കി മീഡിയയിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് നടത്തും. ഇപ്പോൾ നമ്മൾ അടുത്തിടെ കണ്ട നിക്ഷേപ തട്ടിപ്പുകാരുടെ കഥകൾ നമുക്കറിയാം. പുള്ളി സ്വന്തമായിട്ട് അവാർഡ് നിശകളൊക്കെ സംഘടിപ്പിച്ച് പുള്ളിക്ക് തന്നെ അവാർഡ് വാങ്ങിച്ചു. ഇതൊക്കെ പല പത്രങ്ങളിലൊക്കെ വന്നു, പ്രധാനപ്പെട്ട മീഡിയകളിലൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ക്രെഡിബിലിറ്റിയോ ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും സാധാരണക്കാരനെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പണം ഇടാൻ വേണ്ടി ഒരാൾ നിങ്ങൾ അടുത്ത് വരുമ്പോൾ ഇതാ ഇന്ന ചാനൽ ഇയാൾക്ക് അവാർഡ് കൊടുത്തതാണ് ഏറ്റവും നല്ല ഓൺട്രപ്രണർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതുപോലെ പറയുന്നത് കേൾക്കുമ്പോൾ പലപ്പോഴും അതിൽ വിശ്വസിച്ച് പോകും. അതേപോലെ തന്നെ നിങ്ങൾ ഇയാളെ കണ്ടിട്ടില്ലേ, പത്രത്തിൻ്റെ ഫസ്റ്റ് പേജിലുള്ള പരസ്യത്തിൻ്റെ അകത്തുണ്ടായിരുന്നു അവാർഡ് ഏറ്റുവാങ്ങുന്നത്, അല്ലെങ്കിൽ മന്ത്രിയുടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു, രാജാവിൻ്റെ കൂടെ നിൽപ്പുണ്ടായിരുന്നു, മൈസൂർ രാജാവിൻ്റെ കൂടെ നിൽപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല കഥകളും പറയും. ഇതെല്ലാം കേടുമ്പോൾ സാധാരണക്കാരൻ മൈസൂർ രാജാവിൻ്റെ അത്രയൊക്കെ തന്നെ ക്രെഡിബിലിറ്റി ഇയാൾക്കും ഉണ്ടെന്നുള്ളൊരു ധാരണയിൽ ഒന്നും ആലോചിക്കാണ്ട് പൈസ കൊടുക്കും. നാലാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് 2-3 വർഷങ്ങളായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം പെയ്ഡ് ഇൻ്റർവ്യൂസാണ്. പെയ്ഡ് കവർ പേജ്, ഇതെല്ലാം മാർക്കറ്റിംഗ് സപ്ലിമെൻ്റ് ആണെന്നുള്ളൊരു രീതിയിലാണ് പുറത്തേക്ക് പോകുന്നത് പെയ്ഡ് ഇതിൻ്റെ അകത്ത്. പക്ഷേ പലപ്പോഴും പല സാധാരണക്കാർക്കും അറിയാത്തൊരു കാര്യം, മിക്ക മീഡിയയും അത് പ്രിൻ്റഡ് മീഡിയ ആകട്ടെ പ്രിൻ്റഡ് അല്ലാത്ത മീഡിയ ആകട്ടെ കുറച്ച് ലക്ഷങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിൻ്റെ കവർ പേജിൽ എത്തിപ്പെടാം. നിങ്ങളെയും വന്ന് ഇൻ്റർവ്യൂ ചെയ്യും. നിങ്ങൾ പണ്ട് കാലങ്ങളിൽ ഇതായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ഒരു PSC എഴുതി ക്ലർക്കായി. അങ്ങനെ ഞാൻ ഒരു ക്ലർക്കായി ജോലിക്കെത്തി, വളരെയധികം കഷ്ടപ്പെട്ടിട്ടും പാടുപെട്ടുമാണ് ഞാനൊരു ക്ലർക്കായത്. അങ്ങനെ ഒരു കവർ പേജ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി ഈ നാട്ടിലെ പല മീഡിയകളും ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയയുടെ കവർ പേജിൽ വരുന്ന എല്ലാവരും അതേപോലെയാണെന്നല്ല പറയുന്നത്. അതേസമയം നിങ്ങൾക്ക് സംശയമുള്ള ഒരാളുടെ പേര് ഇതേപോലെ മീഡിയയിൽ വന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങളതിന് കൂടുതൽ വില നൽകരുത്. ആറാമത്തെ കാര്യം സാധാരണക്കാരൊക്കെ വീണു പോകുന്നത് ഈ പറഞ്ഞ അനുഭവ സാക്ഷ്യങ്ങളാണ്. ഇവിടെയൊക്കെ വെബ്സൈറ്റിൽ ചെന്ന് നോക്കിയാലും, അല്ലെങ്കിൽ എന്താ പറയുക, മരുന്ന് കച്ചവടക്കാരനാണെങ്കിലും ശരി, നിക്ഷേപ തട്ടിപ്പുകാരനാണെങ്കിലും ശരി, ഇവരുടെ എല്ലാ അനുഭവ സാക്ഷ്യങ്ങൾ ലഭിച്ച കുറേ പേരെ നമുക്ക് കാണാം. ഇവർ വീഡിയോയ്ക്കകത്തായിട്ടാണെങ്കിലും ശരി, പ്രിൻ്റഡ് മീഡിയയിലാണെങ്കിലും ശരി, ഞാൻ ഇതിൻ്റെ അകത്ത് നിക്ഷേപിച്ചു, ആദ്യം വെറും 1000 രൂപ വരുമാനം ഉണ്ടായിരുന്ന ആളായിരുന്നു, ഞാൻ കടം വാങ്ങിച്ച് 2 ലക്ഷം രൂപ നിക്ഷേപിച്ചു, ഇപ്പോൾ ഞാൻ 2 കോടി ലഭിച്ചു എന്ന രീതിയിലുള്ള അനുഭവ സാക്ഷ്യങ്ങൾ കാണാം. ഈ അനുഭവ സാക്ഷ്യവും നമ്മുടെ തീരുമാനങ്ങൾ, നമ്മൾ ലോജിക്കലായിട്ടെടുത്ത യുക്തിപരമായി നമ്മളെടുത്ത തീരുമാനങ്ങൾ മാറ്റാൻ പലപ്പോഴും പര്യാപ്തമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ട്രിക്സാണ്. നിങ്ങളിതും മനസ്സിൽ വെക്കണം. അപ്പോൾ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ അടുത്ത് വരുമ്പം ചോദിക്കേണ്ടതെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്തിനാണ് 60%, 70%, 80% വാർഷിക പലിശ ഞങ്ങൾക്ക് നൽകുന്നത്? കാരണം ഇവിടെ അതിനേക്കാളും വളരെ ചുരുങ്ങിയ രീതിയിൽ ലോൺസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാങ്കോ പ്രൈവറ്റ് ബ്ലേഡ് കമ്പനിക്കാരോ ഉണ്ട്. ഇയാൾ എന്തുകൊണ്ട് അവിടുന്ന് എടുക്കുന്നില്ല? കാരണം നമ്മളെ നിക്ഷേപം എന്ന് പറയുന്നത് സത്യത്തിൽ അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് പലിശ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കടം വാങ്ങിക്കുന്നതിന് തുല്യമാണ്. എന്തിന് ഒരു ഉയർന്ന നിക്ഷേപം, ഉയർന്ന പലിശ നൽകിയ നിക്ഷേപം സ്വീകരിക്കേണ്ടത് ആവശ്യം അവരുടെ ഒരു ആംഗിളിൽ നിന്ന് ആലോചിക്കുക. നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയല്ലല്ലോ ആരും ബിസിനസ് ചെയ്യുന്നത്. ആത്യന്തികമായിട്ട് ആ ഒരു കമ്പനി അവനവനും നന്നാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരാൾ ഇങ്ങനെ അല്ലാതെ പെരുമാറുന്നുണ്ട് എങ്കിൽ അയാൾ 99% അതിൻ്റെ പിന്നിലുള്ള വലിയ യുക്തിയൊന്നും ഉണ്ടാകില്ല. 1% ഞാൻ വിട്ടത് വേറൊന്നും കൊണ്ടല്ല. ഈ നാട്ടിൽ മഹാത്മാഗാന്ധിയും മദർ തെരേസയൊക്കെ ഉണ്ടായിരുന്നതാണ്. ആ 1% അവരെ പെടുത്താം. പക്ഷെ എങ്കിൽ പോലും മിക്കപ്പോഴും അതല്ല സംഭവിക്കുന്നത്. ഈ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കണം, എന്തിന് ഇത്ര ഉയർന്ന പലിശ നിങ്ങൾ നൽകുന്നു? രണ്ടാമത്തെ ചോദ്യം, എവിടെ നിന്നാണ് നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാകുന്നത്? എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? ചിലപ്പോൾ ചിലർ പറയും ഞങ്ങളിത് റിയൽ എസ്റ്റേറ്റിൻ്റെ അകത്ത് നിക്ഷേപിക്കുന്നു. എന്നിട്ട് റിയൽ എസ്റ്റേറ്റ് ഭയങ്കര ലാഭമുള്ളൊരു ബിസിനസ്സാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അടുത്ത നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച് 2 വർഷം കഴിഞ്ഞ് 50 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ പറ്റി. അപ്പോൾ ഇതേപോലെ 5 ഇരട്ടിയൊക്കെ ആവുന്നു 1 വർഷം കൊണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാലും ബാക്കി 4 ഇരട്ടി ലാഭം തന്നെയാണല്ലോ കമ്പനിക്കെന്ന് പറയും. അതേപോലെ തന്നെ പറയും ചൂതാട്ട കേന്ദ്രങ്ങൾ 10 നടത്തുന്നു, അത് എപ്പോഴും ലാഭമുള്ളതാണല്ലോ. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
നിങ്ങൾ ഇതിൻ്റെയൊക്കെ മാർക്കറ്റ് ആവറേജ് റവന്യൂ എത്രയാണെന്നുള്ളത് എടുത്ത് നോക്കുക. ഇവിടെ ഇന്ത്യയിൽ പബ്ലിക്കായിട്ട് തന്നെ ലിസ്റ്റ് ചെയ്യുന്ന ചൂതാട്ട കമ്പനികളുണ്ട്, ഡെൽറ്റ കോർപ്പറേഷൻ പോലെ, റിയൽ എസ്റ്റേറ്റ് കമ്പനികളുണ്ട്, DLF ഒക്കെ പോലെ. ഇപ്പോൾ ഇത്രയും വലിയ കമ്പനികൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മാർജിൻസ്, റവന്യൂ ഒരു കുഞ്ഞൻ കമ്പനി, നിങ്ങളുടെ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു കമ്പനി അവരെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ വന്ന് കാണുന്ന ആളുകൾക്ക് മിക്കവാറും ഈ ഒരു കമ്പനിയുടെ ബിസിനസ് മോഡലൊന്നും മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. എവിടുന്നെങ്കിലും ഇവരെ ഈ പറഞ്ഞ പോലെ സ്ക്രൂ കയറ്റി പറഞ്ഞയച്ചതാണ്, മറ്റൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഒരിക്കലും മടിക്കരുത്. നിങ്ങളെ അവർ ഓവർ പവർ ചെയ്യാൻ ശ്രമിച്ചേക്കാം, എങ്കിൽ പോലും നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യം നിങ്ങൾ കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മറ്റുള്ളവരുടെ കയ്യിലിരിക്കും. നിങ്ങളൊരു മണ്ടനാണെന്ന് മറ്റൊരാൾ കരുതിയാലും വലിയ നഷ്ടമൊന്നും സംഭവിക്കാനില്ല. എന്തായാലും ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടൊന്നും അല്ലല്ലോ നിങ്ങൾ യൂണിവേഴ്സിറ്റി പോയിട്ട് ഡിഗ്രി വാങ്ങിക്കാൻ പോകുന്നത്. ഇതൊന്നും കൂടാതെ ചില ബിരുദന്മാരൊക്കെ ഉണ്ട്. അതായത് ഇതെല്ലാം ഗവൺമെൻറ് അംഗീകൃതമാണ്, സർക്കാർ അംഗീകൃതമാണ് ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞിറങ്ങുന്നവർ. അപ്പോൾ അവർ അതിന് കാണിക്കുന്നത് സർക്കാർ അംഗീകൃതം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു കമ്പനി മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കാം, അത്രയേ ഉള്ളൂ. നിക്ഷേപം സ്വീകരിക്കാൻ ഉള്ള അധികാരമുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചൊന്നും അവർ പറയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു പെട്ടിക്കടയാണെങ്കിൽ പോലും സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ ഇവിടെ നടക്കില്ല. നിങ്ങൾ പഞ്ചായത്തിൻ്റെ അകത്തുനിന്നോ മുനിസിപ്പാലിറ്റിക്ക് അകത്തുനിന്നോ കോർപ്പറേഷൻ്റെ അകത്തുനിന്നോ ഉള്ള ലൈസൻസ് ഇല്ലാതെ ഇവിടെ ഒരു പെട്ടിക്കട പോലും നടത്താൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സർക്കാർ അംഗീകൃതം എന്ന് പറയുന്നത് പലപ്പോഴും അത് പറ്റിപ്പോകാനുള്ള വഴിയാണുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. പലതരത്തിൽ നിങ്ങളുടെ മുകളിൽ പലതരത്തിൽ അവതരിക്കും. അവയെക്കുറിച്ചെല്ലാം നിങ്ങൾ ബോധവാന്മാരായിരിക്കുക. സാധാരണ ഇതുപോലെ സർക്കാർ അംഗീകൃതം എന്ന് പറഞ്ഞിട്ടുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കാറ് സാധാരണ ഒരു മണി ചെയിൻ ബിസിനസ് പോലെയൊക്കെയുള്ള നടത്തുന്ന പലരുമാണ്. മൊത്തത്തിൽ ഇത്തരമുള്ള നിക്ഷേപ തട്ടിപ്പുകളുടെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സംഭവം. ആദ്യം ചെറിയ പണം ഇട്ടിട്ട് പലരും ടെസ്റ്റ് ചെയ്യും. അതിന് മോശമില്ലാത്ത റിട്ടേൺസ് നൽകുന്നതിലൂടെ വിശ്വാസ്യത നേടിയെടുക്കുന്നു. കൂടുതൽ പണം കടം വാങ്ങിച്ചിട്ടൊക്കെ കൊണ്ടുപോയി നിക്ഷേപിക്കാനുള്ള ഒരു പ്രേരണ അതിൽ നിന്ന് ലഭിക്കുന്നു. ഇങ്ങനെ വലിയ തുകകൾ ലഭിച്ചു കഴിയുമ്പോൾ കമ്പനി പൂട്ടി മുങ്ങുക അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് മോഡൽ പരാജയപ്പെടുക എന്നുള്ളതാണ് സംഭവിക്കാറ്. കാരണം ഇത് ഒരു തരം ചെറിയ മീനിനെ ഇട്ടിട്ട് വലിയ മീൻ പിടിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ളത് ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ചോദ്യം ചോദിക്കുക. നിങ്ങളുടെ ഈ ഒരു കമ്പനി NBFC ആണോ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ആണോ, ഏത് തരത്തിലാണ് നിങ്ങൾ ഈ ഒരു നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആണോ? കേരളത്തിൽ മൾട്ടി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികൾക്കൊക്കെ നിയമാനുസൃതമായിട്ടുള്ള അംഗീകാരങ്ങൾ ഇപ്പോഴും കൊടുത്തു വരുന്നു. അത് ഇപ്പോഴും നിയമാനുസൃതമായി എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ, ലീഗൽ സ്റ്റാൻഡിങ് എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് ചോദ്യം ചെയ്യാനുള്ള ആർജവം നിങ്ങൾ കാണിച്ചാൽ തന്നെ നിങ്ങൾ 90% തട്ടിപ്പുകളും ഇരയാകാതിരിക്കാൻ കഴിയും. പിന്നെ നമ്മൾ അടുത്ത തലമുറയെക്കുറിച്ചും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ കേരളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം അറിവുണ്ട്, നോളജ് ഉണ്ട്, പക്ഷേ അത് അപ്ലിക്കേഷൻ ലെവലിലേക്ക് എടുക്കാൻ കഴിയില്ല. എന്തുമാത്രം MCOM BCOMകാരും MBA ഫിനാൻസ് കഴിഞ്ഞവർ, എന്തിനേറെ പറയുന്നു ബാങ്കുകളിൽ വർക്ക് ചെയ്യുന്നവർ എന്തുമാത്രം നിക്ഷേപ തട്ടിപ്പുകളിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പ്രശ്നം വിവരം ഇല്ലായ്മയല്ല, വേണ്ട സമയത്ത് ആ വിവരം ഉപയോഗിക്കാനുള്ള കഴിവില്ലായ്മയാണ്. ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള അവബോധം ലഭിക്കുക, എന്തൊക്കെ നിക്ഷേപ സാധ്യതകളുണ്ടെന്നുള്ളൊരു അവബോധം ലഭിക്കുക എന്നുള്ളതാണെന്ന രീതിയിൽ പലരും കരുതുന്നുണ്ട്. അങ്ങനെയല്ല. ആ ഒരു വിവരം, ആ ഒരു നോളജ് നിങ്ങൾക്ക് ആവശ്യ നേരങ്ങളിൽ ഉപയോഗിക്കാനും പലതരം തട്ടിപ്പുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള കഴിവും കൂടി ഈ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ പണം ഉണ്ടാക്കുക താരതമ്യേന എളുപ്പമാണ്, അതേസമയം അത് മെയിൻറ്റെയിൻ ചെയ്യൽ, നഷ്ടപ്പെടാതെ ഇരിക്കൽ, അതാണ് താരതമ്യേന ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. ആത്യന്തികമായി പറയുകയാണെങ്കിൽ അടുത്ത തലമുറയ്ക്കെങ്കിലും 2 കാര്യങ്ങൾ ചേർത്ത് വായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പ്രാക്ടീസ് കൊടുക്കുക. ഒന്ന് ഫിനാൻഷ്യൽ ലിറ്ററസി, രണ്ടാമത്തെ കാര്യം ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളെക്കുറിച്ചും കേൾക്കുമ്പോൾ അതിൻ്റെ ആധികാരികതയെക്കുറിച്ചും അത് എന്തുമാത്രം സത്യമാണെന്നുള്ളതിനെക്കുറിച്ചും ഫാക്ട്സിനെ, യാഥാർത്ഥ്യങ്ങളെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് ആവശ്യമുള്ളത്. ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ഇല്ലെങ്കിൽ അറിവുകൾ നേടിയെടുത്തതിന് ശേഷം അപഗ്രഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് കൺവിൻസിങ് അല്ലെങ്കിൽ നോ എന്ന് പറയാനുള്ള ഒരു കഴിവ് ഉള്ള ഒരു തലമുറയാണ് നമുക്കിന്ന് ആവശ്യം. പലപ്പോഴും മാതാപിതാക്കൾ അതിനാണ് കാര്യമായിട്ടുള്ള സമയവും പ്രയത്നവും ചിലവഴിക്കാത്തത്.
അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അടുത്ത തലമുറ ഈ പറഞ്ഞ പോലെ പല നിക്ഷേപ തട്ടിപ്പുകളിലും പെട്ടിട്ട് ഉള്ള പണമെല്ലാം പോകും. വിദ്യാഭ്യാസം മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. ജീവിതത്തിൽ വിജയിക്കാൻ വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ള ജോലിയിൽ നിന്നുള്ള പണം അത് കളയാതിരിക്കാനുള്ള കഴിവ് കൂടി വേണം. അങ്ങനത്തുള്ള കഴിവുകൾ കൂടി നിങ്ങളുടെ മക്കൾക്ക് നൽകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഈ ഒരു തലമുറയ്ക്ക് മാത്രമല്ല, അറ്റ്ലീസ്റ്റ് ഈ ഒരു തലമുറയ്ക്ക് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങൾ ആരെങ്കിലും എടുത്ത് ഇതേപോലെയുള്ള ആരെങ്കിലും നിക്ഷേപ തട്ടിപ്പുകളോ ഏതെങ്കിലും മോശമില്ലാത്ത റിട്ടേൺസ് തരാമെന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ അവരോട് എന്താണ് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്, ഇത് ലീഗലാണോ, നിയമപരമായ സാധ്യത ഉള്ളതാണോ, ഈ ഒരു ബിസിനസ്സിൻ്റെ അകത്ത് എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര വലിയ റിട്ടേൺസ് നൽകുന്നു എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള ആർജവം കാണിക്കുക. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.